ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ നടക്കുന്ന കർക്കിടകത്തിലെ നാലമ്പല തീർത്ഥാടനത്തിനായി ജില്ലയിലെ ദാശരഥി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള രാമായണ മാസാചരണം ഉദ്ഘാടനം ജൂലൈ 16 മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ജലസേചന ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് നാലമ്പല തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. രാമായണ പുണ്യവുമായി വീണ്ടും ഒരു കർക്കിടകം കടന്നുവരുന്നു. കർക്കിടകത്തിലെ നാലമ്പല തീർത്ഥാടനത്തിനായി ജില്ലയിലെ ദാശരഥി ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. 41 ദിവസം ഭജനവും ഗണപതി ഹോമവും സുദർശന ഹോമവും ഭഗവതി സേവയും ചില സ്ഥലങ്ങളിൽ ശ്രീചക്ര പൂജയും ചണ്ഡികാ ഹോമവും രാമായണ പാരായണവും ഈ മാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങളിൽ കർക്കിടക പുലരികളിൽ ഭക്തജനങ്ങളെ കൊണ്ട് നിറയും. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ ക്രമത്തിൽ ദർശനം നടത്തി അവസാനം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തി നാലമ്പല ദർശന ചക്ര പൂർത്തിയാക്കുന്ന വിധമാണ് ക്ഷേത്രങ്ങളിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നാലമ്പല തീർത്ഥയാത്രയിലെ ആദ്യത്തെ പ്രഥമ ക്ഷേത്രമാണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. മാരീചനെ നിഗ്രഹിച്ച് മാൻമലച്ച ചേരി മാമലശ്ശേരിയായെന്നും മാമലശ്ശേരി പിന്നീട് മാമലശ്ശേരിയായെന്നുമാണ് സങ്കല്പം. ഇവിടെ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം, വെള്ളി കൊണ്ടുള്ള അമ്പും വില്ലും സമർപ്പണം, കുടംപാല്, പാലഭിഷേകം, നെയ്വിളക്ക്, സ്വർണ്ണഗോപി ചാർത്തൽ ഇതെല്ലാമാണ് ശ്രീരാമസ്വാമിയുടെ പ്രധാന വഴിപാട്. പ്രധാന ഉപദേവനായ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, വെള്ളി കൊണ്ടുള്ള ഗതസമർപ്പണം, വെറ്റിലമാല, വെറ്റില സമർപ്പണം, ഉന്നിക്കുരു പറ എന്നിവയെല്ലാം ഹനുമാൻ സ്വാമിയുടെ പ്രധാന വഴിപാടുകളാണ്. ജില്ലയിൽ 28 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇത് പൂർത്തിയാക്കാം. മാമലശ്ശേരിയിലും മേമുറിയിലും നെടുങ്ങാട്ടുമെല്ലാം പ്രധാന പാതയോരത്ത് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം. മുളക്കുളത്ത് ക്ഷേത്രത്തിനോട് ചേർന്ന് പാർക്കിംഗ് സൗകര്യമുണ്ട്. മാമലശ്ശേരിയിലും മുളക്കുളത്തും രാവിലെ മുതൽ തീർത്ഥാടകർക്ക് പ്രസാദ ഭക്ഷണം ലഭിക്കും. നെടുങ്ങാട്ട് നിവേദിച്ച കൂട്ടുപായസം ലഭിക്കും. ക്ഷേത്രത്തിലെ വഴിപാടുകൾ കദളിപ്പഴം, പിന്നെ പാൽപ്പായസം പ്രധാനമാണ്, പിന്നെ താമരമാല, പിന്നെ ഔഷധക്കൂട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പിന്നെ മെതിയടി വഴിപാടാണ്. അങ്ങനെ ഒക്കെ ഒരുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. KSRTC ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്ന് പ്രത്യേക സർവീസ് നടത്തുമെന്ന് നാലമ്പല ദർശന സമിതി ഭാരവാഹികൾ പറഞ്ഞു. വരുന്ന കർക്കിടകം 1-ാം തീയതി, അതായത് 1201 ആണ്ട് കർക്കിടകം 1-ാം തീയതി ആരംഭിക്കുന്ന രാമായണ മാസത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രം ഉൾപ്പെടെ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ഭരതസ്വാമി ക്ഷേത്രം, നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാലമ്പല തീർത്ഥാടനം എല്ലാ ദിവസവും നാലമ്പല തീർത്ഥാടനം നടക്കുകയാണ്. ഒരേ ദിവസം തന്നെ ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി മടങ്ങുന്ന തീർത്ഥാടന പദ്ധതിയാണ് നാലമ്പല തീർത്ഥാടനം. ഇപ്പോൾ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ വളരെ വലിയ തിരക്കായിരിക്കും. ഈ വർഷം KSRTC അധികൃതർ അറിയിച്ചിട്ടുള്ളത് വളരെയധികം തീർത്ഥാടകർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പാൽപ്പായസമാണ് പ്രധാനപ്പെട്ട വഴിപാട്. 12 ഇറങ്ങിപ്പാലിൻ്റെ പാൽപ്പായസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. അതോടൊപ്പം തന്നെ വിവിധ വഴിപാടുകൾ, സാധാരണ ഉള്ള വിവിധ വഴിപാടുകളുണ്ട്. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് ഇക്കൊല്ലത്തെ നാലമ്പല തീർത്ഥാടന കാലം. എറണാകുളം ജില്ലാ നാലമ്പല തീർത്ഥാടന സമിതിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സഹകരണത്തോടെ ജൂലൈ 16 വൈകിട്ട് 5 മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന രാമായണ മാസാചരണം ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷനാകും. ജലസേചന ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് നാലമ്പല തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം PD സന്തോഷ് കുമാർ ഗ്രന്ഥസമർപ്പണം നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി മണയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ C സുനിൽ കുമാർ, പിറവം നഗരസഭാ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ, രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ബാബു, മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേഷ്, നാലമ്പല സമിതി പ്രസിഡന്റ് N രഘുനാഥ്, സെക്രട്ടറി PP സുരേഷ് കുമാർ, നാലമ്പല സമിതി ട്രഷറർ EK മോഹനൻ, ജോയിന്റ് സെക്രട്ടറി മായ ഗണേഷ്, മറ്റു ജനപ്രതിനിധികൾ, ദേവസ്വം ക്ഷേത്ര ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടക മാസം പുണ്യദിനങ്ങളാക്കുന്ന നാലമ്പല തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി നാലമ്പല ദർശന സമിതി ഭാരവാഹികൾ അറിയിച്ചു. നാലമ്പല ക്ഷേത്രങ്ങളിലെ 4ാമത്തെ ക്ഷേത്രമാണിത്. ശത്രുഘ്നസ്വാമി ക്ഷേത്രം, നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. പ്രധാന വഴിപാട് ചക്രസമർപ്പണമാണ്. പിന്നെ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക്,
പുഷ്പാഞ്ജലി അങ്ങനെ അതൊക്കെയാണ് ബാക്കി പ്രധാന വഴിപാടുകൾ. ന്യൂസ് ബ്യൂറോ, പിറവം. മൈജി എപ്പിക് ഷോറൂം ഇപ്പോൾ മെറൈൻ ഡ്രൈവിൽ. ഹോം അപ്ലയൻസസോ ഗാഡ്ജറ്റ്സോ ഏതായാലും നേരിട്ട് കണ്ട് ഉപയോഗിച്ച് നോക്കി പൂർണ്ണ സംതൃപ്തിയോടെ മൈജി എപ്പിക് ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യാം. മൈജി ഫ്യൂച്ചർ എപ്പിക് സ്റ്റോർ നൗ അറ്റ് മെറൈൻ ഡ്രൈവ്. More than a store, an experience.